ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രണ്ടാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടാം ക്ലാസ്സിൻ്റെ അറബിക്കിൻ്റെ ഓണം എക്സാമിൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ആദ്യം അറബിക് എക്സാമാണ് അല്ലേ, അറബിക്കും സംസ്കൃതവുമാണ്. അപ്പോൾ അറബിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നുലബിനു വനലൗ അലാമത്തി വനെക്തുബുൽ ജുംല. നിറം നൽകാം, ശരിയായത് തിരഞ്ഞെടുക്കാം, വാചകം എഴുതാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇതിന് നിറം കൊടുക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇവിടെ നോക്കൂ, അസ്റക്ക് എന്ന് പറയുന്നത് ഏത് നിറമാണ്? അസ്റക്ക് എന്ന് പറഞ്ഞാൽ നീല നിറമാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നീല നിറം നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ളായിട്ട് നിങ്ങൾ നീല നിറം കൊടുക്കുക. ഇനി അടുത്തത് ഏതാണ്? അഹ്മറാണ് പറയുന്നത്. അഹ്മർ എന്ന് പറഞ്ഞാൽ ഏത് നിറമാണ്? അഹ്മർ ചുവപ്പ് നിറമാണ് അല്ലേ, റെഡ് നിറമാണ്. അപ്പോൾ ഇവിടെ ഫുള്ള് റെഡ് നിറം നിങ്ങൾ കൊടുക്കുക. ഇനി അടുത്തതായിട്ട് പറയുന്നത് അഹ്ലറാണ്. അഹ്ലർ എന്ന് പറഞ്ഞാൽ ഏത് നിറമാണ്? ഗ്രീനാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഗ്രീന് നിറം നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഓരോ കളറും അതിൻ്റെ പേരും നിങ്ങൾ പഠിച്ചു വെക്കണം. അസ്റഖ് എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ്, നീല നിറമാണ്. അഹ്മർ എന്ന് പറഞ്ഞാൽ റെഡ് ആണ്. അഹ്ലർ എന്ന് പറഞ്ഞാൽ പച്ച നിറമാണ്. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹാദ കിതാറുൻ, ഹാദിഹി കിതാറുൻ. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ നോക്കൂ, ഹാദ കിത്താറാണോ ഹാദി കിത്താറാണോ? കിത്താർ എന്ന് പറയുന്നത് എന്താണ്? മുദക്കറാണ് അല്ലേ, ബോയ് ആയിട്ടുള്ള നെയിമാണ്. അതുകൊണ്ട് ഹാദ കിത്താറുൻ എന്നാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? ഹാദ കിത്താറുൻ എന്ന് എഴുതി കൊടുക്കുക. ഹാദ കിത്താറുൻ. ഇനി അടുത്ത ചോദ്യം നോക്കാം. നെക്തുബുൽ കലിമാത്തിൽ മഫ്കൂദ വനസിറു ബിൽ മുനാസിബ വനെക്തുബുൽ ജുംല. വിട്ടുപോയ പദങ്ങൾ എഴുതാം, യോജിച്ചതിലേക്ക് ചേർക്കാം, വാചകം എഴുതാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയും വേണം അല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നോക്കൂ, ഇവിടെ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് ഏതാണ്? ഫീലാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഫീൽ എന്ന് എഴുതിയിട്ടുണ്ട്, ഫീലിലേക്ക് നമ്മൾ യോജിപ്പിച്ചു കൊടുക്കുക. അടുത്തത് നോക്കൂ, അടുത്ത ചിത്രം എന്ന് പറയുന്നത് ഏതാണ്? അടുത്തത് ഉസ്ഫൂർ ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഉസ്ഫൂർ എന്ന് എഴുതി കൊടുക്കുക. ഉസ്ഫൂർ, ഉസ്ഫൂർ. ഓക്കെ, ഉസ്ഫൂർ. പിന്നെയുള്ളത് എന്താണ്? പിന്നെയുള്ളത് കിർദാണ് അല്ലേ. അപ്പോൾ കിർദിൻ്റെ പേര് ഇവിടെ ഉണ്ട്, അപ്പോൾ കിർദിലേക്ക് യോജിപ്പിച്ചു കൊടുക്കുക. ഇനി നോക്ക്, താവൂസ് ആണല്ലേ. താവൂസ് എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഫസ്റ്റിലുള്ളത് താവൂസ് ആണ്. അപ്പോൾ താവൂസിലേക്ക് യോജിപ്പിച്ചു കൊടുക്കുക. ഇനി അടുത്തത് എന്താണ്? ഫറാഷയാണല്ലേ. ഫറാഷ എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഒന്ന് നോക്കി നോക്ക്, ഫറാഷ എന്ന് എവിടെയെങ്കിലും എഴുതിയത് കാണുന്നുണ്ടോ? കാണുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് എഴുതി കൊടുക്കണം കേട്ടോ. അപ്പോൾ അവിടെ ഫറാഷ എന്നില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഫറാഷ എഴുതി കൊടുക്കുക. ഫറാഷ. ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമ്മുടെ ബത്വയാണ് അല്ലേ. അപ്പോൾ അവിടെ ബത്വ എന്നുള്ളത് താഴെയുണ്ട്, താഴേക്ക് യോജിപ്പിച്ചിട്ടും ഉണ്ട്. ഇനി അതിന് താഴെയുള്ളത് നമ്മൾ നോക്കൂ, ഇതെന്താണ്? ഇത് ദൂതാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? ദൂതെന്ന് എഴുതി കൊടുക്കുക. ദൂത് എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ലാസ്റ്റ് ഉള്ളത് എന്താണ്? ഇത് ജറാദാണ് അല്ലേ. അപ്പോൾ ജറാദ് എവിടെയും ഇല്ല, അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഇവിടെ ജറാദ് എന്ന് എഴുതിയിട്ട് ജറാദിലേക്ക് യോജിപ്പിച്ചു കൊടുക്കുക. ഓക്കെ, ജറാദിലേക്ക് യോജിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രവർത്തനം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഇതിന് താഴെയുള്ള പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം. താഴെയുള്ളത് താഴെയുള്ള പ്രവർത്തനം ഇതാണ്. ഇവിടെ എന്ത് ചെയ്യണം? ഹാദ, ഹാദ വെച്ചിട്ട് എന്ത് എഴുതണം നമുക്ക്? അവിടെ ഉണ്ടായിരുന്ന കുറേ സാധനങ്ങളില്ല, അതിൻ്റെ പേര് ഹാദയിൽ തുടങ്ങുന്നത് ഏതൊക്കെയാണ്, ഹാദിയിൽ തുടങ്ങുന്നത് ഏതൊക്കെയാണ്, അതിനനുസരിച്ച് നമ്മൾ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഹാദ ഫീലുൻ എന്ന് എഴുതാം അല്ലേ. ഹാദ ഫീലുൻ, ഹാദ ഫീലുൻ. ഹാദി ആണെങ്കിൽ എന്ത് എഴുതാം? ആദിഹി ഫറാഷത്തുൻ എന്ന് എഴുതാം അല്ലേ. ആദിഹി ഫറാഷത്തുൻ എന്ന് എഴുതി കൊടുക്കാം. ഹാദിഹി ഫറാഷത്തുൻ. പിന്നെ ഹാദ വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന അടുത്തൊരു സാധനത്തിൻ്റെ പേര് ഏതാ? എഴുതാം ഹാദ ഉസ്ഫൂറുൻ. ഹാദ ഉസ്ഫൂറുൻ. ഇനി ഹാദി ആണെങ്കിലോ ഹാദിഹി
ദൂത അല്ലേ, ആദിഹി ദൂത. ഇനി ഹാദ എന്ത് എഴുതാം, ഹാദ കിർദുൻ അല്ലെങ്കിൽ ഹാദ ജറാദുൻ. ഇതൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പം അതേപോലെ ഹാദയും ഹാദിയും വെച്ചിട്ട് അത് ജസ്റ്റ് എഴുതി കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി അടുത്തത് നെഹ്താറുൽ ഹുറൂഫ നെക്തുബൽ ജുംല. എന്താണ് ഇവിടെ ഹർഫുകൾ തിരഞ്ഞെടുത്തിട്ട് ജുംല ഉണ്ടാക്കാനാണ് പറയുന്നത്. ചിത്രങ്ങൾക്ക് യോജിച്ച അക്ഷരങ്ങൾ തിരഞ്ഞെടുത്ത് ചേർത്ത് എഴുതാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ചിത്രം. ഇവിടെ ആദ്യം വരുന്നത് ഏതാണ്? ഒന്നാമത്തെ ചിത്രം ഫറാഷിയാണ് അല്ലേ, മന്നൻത മന്നൻതി. അപ്പോൾ ഇവിടെ റാ ഉണ്ട്, ഇവിടെ ഫാ എടുത്ത് എഴുതുക. ഫാ ഇവിടെ തന്നെ ഉണ്ട് അല്ലേ, ഫാ എവിടെയാണുള്ളത്? ഫാ ഇവിടെ ഉണ്ട്. പിന്നെ റാ കഴിഞ്ഞാൽ അലിഫാണുള്ളത്, അലിഫ് ഇവിടെ ഉണ്ട്, അത് എടുത്ത് എഴുതുക. പിന്നെ വരുന്നത് ഷാ എന്നുള്ളതാണ്, ഷാ എഴുതുക. ഷാ ഇവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞാൽ വരുന്നത് ഈ തായാണ്, അപ്പോൾ തായും എടുത്തെഴുതുക. രണ്ടാമത്തെ ചിത്രത്തിലുള്ളത് ആരാണ്? ലക്ക് ലക്കാണ് അല്ലേ. അപ്പോൾ ലാ നോക്കുക, ലാ ഉണ്ട്, ലാ പിന്നെ കാഫ് ഉണ്ട്, അപ്പോൾ ലക്ക് ലക്ക് ലക്ക്. ഓക്കെ, ഇനി അടുത്തത് ആരാണ്? ലിഫ്താണ് അല്ലേ. അപ്പോൾ ഇവിടെ ലിഫ്ത ലാ ഉണ്ട്, ലാ എഴുതുക ആദ്യം, ലാ ഫ് ത ലിഫ്ത. ഓക്കെ, അപ്പം ഇങ്ങനെ ഇത് എഴുതുകയാണ് നമ്മൾ വേണ്ടത്. ഇനി താഴെ എന്തും കൂടെ ഉണ്ട്? ഇതിൻ്റെ താഴെ ഒരു പരിപാടിയും കൂടെ ചെയ്യാനുണ്ട്. അന, ഞാൻ ആരാണ്? ഞാൻ ഫറാഷ, ഞാൻ ഫറാഷിയാണെന്നുള്ളത് എഴുതി കൊടുക്കുക. ഇനി ഇവിടെയോ, ഇവിടെയും അന ലക്ക് ലക്ക് എന്നുള്ളത് എഴുതി കൊടുക്കുക, അന ലക്ക് ലക്ക്. ഇനി അടുത്തത് ആരാണ്? അന ലിഫ്തഹാണല്ലേ, അന ലിഫ്ത എന്നുള്ളത് എഴുതി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഇവിടെ എഴുതി കൊടുക്കുകയാണ് നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ട പണി. ഇനി താഴെയുള്ളത് നോക്കൂ. അടുത്തത് നുക്കമ്മിലുൽ ഹിവാർ, സംഭാഷണം പൂർത്തിയാക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓരോരുത്തരും പറയുന്ന സംഭാഷണം അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? എഴുതി കൊടുക്കണം. അപ്പോൾ ആദ്യം പറയുന്നത് ഇപ്പോൾ എഴുതാവും, സലാം ഒന്നും ഇതിലില്ല അല്ലേ. അപ്പോൾ ആദ്യം വരുന്നത് സൊബാൽ ഹൈർ എന്നുള്ളത് ആദ്യം വരും. ഓക്കെ, അപ്പോൾ ഇവിടെ സൊബാൽ ഹൈർ എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ കുട്ടി പറയുന്നത് സൊബാഹൻ നൂർ എന്നായിരിക്കും. പിന്നെ അടുത്ത് ചോദിക്കുന്നത് കൈഫൽ ഹാൽ എന്നാണ് അടുത്തതായിട്ട് ചോദിക്കുന്നത്, മൂന്നാമത്. അതിൻ്റെ ഉത്തരം വരുന്നത് ഏതാണ്? സെയ്ൻ അൽഹംദുലില്ലാ എന്നുള്ളത് ഉത്തരമായിട്ട് വരും. പിന്നെ ഇലായില, നീ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? ഇലൽ മദ്രസത്തി, ഞാൻ മദ്രസയിലേക്കാണ്. പിന്നെ ശുക്രൻ എന്ന് എഴുതുക, അഫ്വൻ എന്ന് എഴുതുക. ഇത് ഓരോന്നും നിങ്ങൾ ഇവിടെ താഴെ ഓരോന്നായിട്ട് എഴുതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. വേറെ ഒന്നും ഇവിടെ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അത്ര മാത്രമേ അവിടെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് നോക്കാം. അടുത്തത് നെക്തുബുൽ ജുംല മുനാസിബ, ചിത്രങ്ങൾക്ക് യോജിച്ച വാചകങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ വാചകം എന്തുണ്ട്? ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ വാചകം ഇതിനനുസരിച്ച് നമ്മൾ എഴുതി കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് യഷ്റബുൽ ഉസ്ഫൂറു റഹീഖ് എന്നുള്ളതാണ്. എന്താണ്? കുരുവി തേൻ കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എവിടെ എഴുതണം? നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കണം. ഇവിടെയാണ് കുരുവി തേൻ കുടിക്കുന്നത്. ഇനി യക്കിഫുൽ ഫീലു ഇന്ദൽ ബിർക്ക, ഒരു കുളത്തിൻ്റെ അടുത്ത് ഒരു ആന നിൽക്കുന്നു, അത് ഇതാണ്. അപ്പോൾ അത് ഇവിടെ എഴുതി കൊടുക്കുക. ഇനി യജ്മാഉൽ ഉമ്മാൽ കുമാമ എന്താണ്? ഒരു ജോലി ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു ജോലിക്കാരൻ്റെയാണ്. അപ്പോൾ ജോലിക്കാരൻ ഇവിടെ ഇല്ല, നമുക്ക് എന്തുണ്ട്? ആകെ 4 എണ്ണേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ലീവ് ചെയ്തില്ല. യുനല്ലിഫുൽ വലതുൽ യദ്, ഒരു കുട്ടിയുടെ കൈ വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ അതെവിടെ എഴുതണം നമ്മൾ? ഇത് ഇവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, ഇവിടെ എഴുതി കൊടുക്കാം. യസ്ബൗ സമക്ക്, ഒരു മീൻ ഇങ്ങനെ നീന്തുന്നുണ്ട് അല്ലേ, മീൻ നീന്തുന്നത്. അപ്പോൾ എവിടെയാണ്? സോറി, ഇത് ഇവിടെയാണ് കേട്ടോ എഴുതേണ്ടത്, ഇവിടെയാണ് ഇതിൻ്റെ സ്പേസ്. അപ്പോൾ ഇത് ഇവിടെയും എഴുതി കൊടുക്കുക. അപ്പോൾ ഇത് ഓരോ ചിത്രവും നോക്കിയിട്ട് അതിനനുസരിച്ച് എഴുതാണ് നിങ്ങൾ വേണ്ടത്. അപ്പോൾ ഇത് വായിച്ചു നോക്കുക, എന്നിട്ട് ഓരോന്നായിട്ട് എടുത്ത് എഴുതുക. അടുത്തത് നമുക്ക് നോക്കാം. നെക്രോൽ ജുംല വനലിഫു നെക്രോൽ ജുംല വനിൽഫു അലാമത്തിൽ സൂറത്തിൽ മുനാസിബ. ഇവിടെ ഒരു വാചകം കൊടുത്തിട്ടുണ്ട്, അത് വായിക്കുക. എന്നിട്ട് ഏതാണോ അതിനനുയോജ്യമായിട്ടുള്ള ചിത്രം അത് അടയാളപ്പെടുത്താനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ. ഒന്നാമത്തേത് ഏക്കുലിൽ വലത് മൗസൻ, ഒരു ആൺകുട്ടി പഴം തിന്നുന്നുണ്ട്. അപ്പോൾ ഏതാ ചിത്രം? ഇതാണല്ലോ. അപ്പോൾ ഇതിനാണ് ടിക്കറ്റ് കൊടുക്കേണ്ടത്. തെർക്കുസുൽ ബെന്തു, ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുന്നുണ്ട്. അത് ഏതാണ്? ഇതാണ്. അപ്പോൾ അതിനും ടിക്കറ്റ് കൊടുക്കുക. ഇത്രയുമാണ് ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പേപ്പറാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മാർക്ക് വാങ്ങി
വാങ്ങിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.